ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നാണെങ്കിൽ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലെ ഉത്സവമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അതിനായിട്ട് വന്നേക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ രണ്ടമ്പലത്തിലെ ഉത്സവങ്ങളാണ് കേട്ടോ ഒരുമിച്ച് നടക്കുന്നത്. അതായത് പടിഞ്ഞാറേക്കാവും കിഴക്കേക്കാവും. അവിടെ പടിഞ്ഞാറേക്കാവിൽ അമ്മയും കിഴക്കേക്കാവിൽ മകളും എന്നുള്ളൊരു സങ്കല്പമാണ് കേട്ടോ ഉള്ളത്. എനിക്കാണെങ്കിൽ ഉത്സവം കാണുന്നതിനേക്കാളേറെ ഈ അമ്പലം ഒന്ന് കാണാനായിരുന്നു കേട്ടോ ആഗ്രഹം. അതായത് ഈ പടിഞ്ഞാറേക്കാവ് സ്ഥിതി ചെയ്യുന്നത് ഒരു കാടിനുള്ളിലാണ് കേട്ടോ. കാടിന് മധ്യേ ഒരു നടപ്പാത. ആ നടപ്പാതയിലൂടെ നേരെ ചെന്ന് കയറുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. ഇവിടെ അടുത്തായി തന്നെ ഒരു കടലുണ്ട് കേട്ടോ. അതുകൊണ്ടാവണം ഇവിടെ ഈ കാണുന്നതൊക്കെ നല്ല വെള്ള നിറത്തിലുള്ള മണൽത്തരികളാണ്. അങ്ങനെ കുറച്ച് നേരത്തെ നടത്തത്തിന് ശേഷം അമ്പലത്തിലെത്തിയിട്ടോ. ദൂരന്നേ ചുറ്റിനും കാടായിട്ട് അമ്പലം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ തൊഴുത് പ്രദക്ഷിണം വയ്ക്കുകയാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒരു പ്രത്യേക കാഴ്ചയുണ്ട് കേട്ടോ. അതായത് വനമധ്യത്തിൽ വെഞ്ചാമരം വീശിക്കൊണ്ടിരിക്കുന്ന ആനയുടെ മുമ്പിലായിട്ട് വരി വരിയായിട്ട് ആൾക്കാർ നിന്നിട്ട് ചെണ്ടമേളവും കൊമ്പും കുഴലും ഒക്കെ ആയിട്ട് ഒരു പാണ്ടിമേള നടക്കി. അത് കാണേണ്ട കാഴ്ചയാണ്. അതിനുശേഷം ആനയൊക്കെ ഇങ്ങനെ കിഴക്കേക്കാവിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങളും അങ്ങനെ പടിഞ്ഞാറേക്കാവിൽ തൊഴുതിട്ട് കിഴക്കേക്കാവിലേക്ക് പോവുകയാണ്. ഇതാണ് ആ നട. ഇത് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ കാണാൻ കഴിയും കേട്ടോ. അവിടെയൊക്കെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. ഇതിപ്പം സത്യം പറഞ്ഞാൽ ഉത്സവത്തിൻ്റെ തലേന്നാണ് കേട്ടോ. ഇവിടെ 5 ദിവസത്തെ ഉത്സവമാണ്. ഇത് 4ാമത്തെ ദിവസമാണ് കേട്ടോ. നാളെ, അതായത് ഈ ഉത്സവം തീരുന്ന ദിവസം ഇവിടെ നിന്ന് നിൽക്കാനേ കഴിയില്ല കേട്ടോ. അത്രയ്ക്ക് ജനമായിരിക്കേ. പിന്നെ ഞങ്ങളിപ്പോൾ തൊഴുതിറങ്ങിയിട്ട് കുറച്ച് വഴിയോര കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം അതിനിടയ്ക്ക് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചെടികളാണ്. കുറേ വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ടായിരുന്നേ. ഞങ്ങളതിൽ നിന്ന് കുറച്ചൊക്കെ വാങ്ങിയിട്ടോ. കൂടുതലും റോസയാണ് വാങ്ങിയത്. എന്നിട്ട് പിന്നെ ഫുഡിൻ്റെ ഏരിയയിലേക്ക് പോയി കേട്ടോ. അവിടെയാണെങ്കിൽ ബജ്ജിമുളകും കോളിഫ്ലവർ പൊരിച്ചതും പാനിപ്പൂരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ പാനിപ്പൂരി വാങ്ങി. പിന്നെ മെയിൻ പരിപാടി നമ്മുടെ കമ്മൽ മാല വളയൊക്കെ നോക്കണമല്ലോ, അത് നോക്കാൻ പോയി. മോളാണെങ്കിൽ ഇങ്ങനെ ലൈറ്റ്സൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അതിശയത്തോടെ നോക്കായിരുന്നു കേട്ടോ. ഇതൊക്കെയാണെങ്കിൽ കുറേ ഉണ്ടായിരുന്നു. ചൂട് കാരണം നിൽക്കാനും പറ്റുന്നില്ല. പിന്നെ കുറേയൊക്കെ ഞങ്ങൾ വാങ്ങി. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.